ബംഗളൂരുവിനെ നടുക്കി ഇരട്ടക്കൊലപാതകം. നാവികസേനാ ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും മകൻ കൊലപ്പെടുത്തി. 33-കാരൻ രോഹൻ ചന്ദ്ര ഭട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി CK രാജീവൻ നമുക്കൊപ്പം ചേരുകയാണ്. രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് സ്വന്തം പാരന്റ്സിനെ, സ്വന്തം അമ്മയും അച്ഛനെ ആണെന്നോ നമുക്ക് കണ്ടു നോക്കാം. നാവികസേനയും വാർത്ത പറയുമ്പോൾ തന്നെ നടക്കുന്ന വാർത്തയാണ് ഇരട്ടക്കൊലപാതകം. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? രജനി, മുൻ നാവികസേന ഉദ്യോഗസ്ഥനും ഭാര്യയും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ബംഗളൂരിൽ നിന്ന് പുറത്തു വരുന്നത്. സ്വന്തം മാതാപിതാക്കളാ, സ്വന്തം പാരന്റ്സ്, അതും 33 വയസ്സുള്ള ഒരുത്തനാ ഈ പണി കാണിച്ചു വെച്ച, ഈ തെമ്മാടിത്തരം കാണിച്ചു വെച്ചത്. 33 വയസ്സുള്ള, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയും വളർത്തി അവര് കൊണ്ടുവന്നിട്ട് അവരെ കൊന്നു കളഞ്ഞു. ക്യാപ്റ്റൻ നവീൻ ചന്ദ്ര ഭട്ട്, അതുപോലെ തന്നെ ഭാര്യ ശ്യാമള ഭട്ട്, ഇവർ ഇരുവരെയും കൊലപ്പെടുത്തിയത് മകൻ രോഹൻ ചന്ദ്ര ഭട്ടാണ്. ഇയാൾക്ക് 33 വയസ്സാണ് പ്രായം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ഇയാൾ. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം ഉൾപ്പെടെ പൂർത്തിയാക്കിയതാണ് രോഹൻ ചന്ദ്രഭട്ട്. ഈ കുടുംബ തർക്കങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഈ മകൻ നേരത്തെ മാതാപിതാക്കളുമായി പിണങ്ങി മറ്റൊരിടത്താണ് താമസിച്ചിരുന്നത്. ഇതിനിടയിൽ വീണ്ടും തിരിച്ചെത്തിയിരുന്നു. തുടർന്ന് ഇന്നലെയും ഇയാൾ വീട്ടിൽ മാതാപിതാക്കളുമായി വഴക്കിട്ടു. ഈ 4 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത് മാതാപിതാക്കളോട്. ചെറിയ ആളൊന്നുമല്ല, അമേരിക്കയിൽ ഗ്രാജുവേഷൻ ആയ ആളാണ് ഈ 33 വയസ്സുള്ള ഇങ്ങേരി. ഈ മയനാണ് സ്വന്തം അമ്മയും അച്ഛനും തല്ലിക്കൊന്നത്. അത് എന്തിന്റെ കഴപ്പാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മിക്കവാറും എന്തോ ഡ്രഗ്സ്, ഒന്നാമത്തെ ഡ്രഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടില് അടിയോ എന്തെങ്കിലും ആയിരിക്കും. എന്നാലും ഇത്രയും വിവരം ഉണ്ടല്ലോടെ. അമേരിക്ക പോയി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ് 33 വയസ്സുള്ള ഈ മൈരൻ. ഇവനാണ് ആ മാതാപിതാക്കളെ 4 ലക്ഷം രൂപ കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഈ തർക്കത്തിനൊടുവിലാണ് രോഹൻ ചന്ദ്രഭട്ട് ഈ നവീൻ ചന്ദ്രഭട്ടിനെയും ഭാര്യ ശ്യാമ. കുടുംബ തർക്കങ്ങൾ ഇതാണോ ഒന്നാമത് വരുന്ന ഒരു ഇഷ്യൂ ആണ്. കുടുംബ തർക്കങ്ങൾ എന്തെങ്കിലും സ്വത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിരിക്കും അടി ഉണ്ടാവുന്നത്. പിന്നെ ഒന്നാമത് ബാംഗ്ലൂരൊക്കെയാണ് അടിച്ചിട്ടും പിടിച്ചിട്ടും കഞ്ചാവ് അടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അന്നേരം ആ മൈൻഡ് ഒന്ന് കട്ടായിരിക്കും. അച്ഛനും അമ്മയൊന്നും ഓർക്കത്തൊന്നുമില്ല, കിട്ടുന്ന സാധനം എടുത്ത് തല്ല് കൊല്ലുമെന്ന്, അത്രേ ഉള്ളൂ. അതാണ് ഇതിന് കിക്ക്. മനസ്സിലായോ? കിക്ക് അടിച്ചവർക്ക് അറിയാം. ഭട്ടിനെയും ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടർ, ആ ഡോക്ടർ ഇവരുടെ അയൽക്കാരി കൂടിയാണ്. ഡോക്ടർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി രോഹൻ ചന്ദ്ര ഭട്ടിനെ കസ്റ്റഡിയിലെടുത്തത്. രോഹൻ ചന്ദ്ര ഭട്ടിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൈസ ഈസ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ എന്നും പറയാറുണ്ട്. പൈസക്ക് വേണ്ടി കൊന്നതാണ് ഈ അതും നാവികസേന വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാവികസേന വെച്ചാൽ ഇന്ത്യയുടെ ഒരു ഇതാണല്ലോ. പണം ചോദിച്ചപ്പോൾ ജോലിക്കാരുടെ അടക്കം മുന്നിൽ വെച്ച് ബാംഗ്ലൂരിലൊക്കെ ഇങ്ങനെ, അത് 33 വയസ്സുള്ള ഒരു അങ്ങേരടാ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ചു അമേരിക്കയിലൊക്കെ പോയി പഠിച്ച ഒരാള് വീട്ടില് വന്ന് ചോദിക്കൂ 4 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് തല്ലിക്കൊന്നേന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പണ്ട് നടക്കുന്നുണ്ടായിരിക്കും, നമ്മൾ അറിയാത്തായിരിക്കും. നമ്മളിപ്പം കൂടുതലും ന്യൂസും കാര്യങ്ങളൊക്കെ ആക്റ്റീവായി തുടങ്ങിയപ്പോഴല്ലേ, നമ്മൾ സോഷ്യൽ മീഡിയ ആക്റ്റീവായി തുടങ്ങിയപ്പോഴാണ് നമ്മൾ കുറെ കൊലപാതകങ്ങളും കുറെ കാര്യങ്ങളും കേരളത്തിലായാലും എവിടെ ആയാലും പുറത്തായാലും എന്തൊക്കെയായാലും കുറെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര 33 വയസ്സുള്ള അവന് ആദ്യം തല്ലിക്കൊല്ലണം. എന്നിട്ട് എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇവരെ എന്തായാലും തല്ലിക്കൊന്നു, രണ്ടുപേരും മാതാപിതാക്കൾ തല്ലിക്കൊന്നു, അവനെയും കൂടെ തല്ലിക്കൊല്ലണം ആ നാട്ടുകാര്. അല്ലെങ്കിൽ എന്തോ ജയിലിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും തിന്നാനും പറിക്കാനൊക്കെ കൊടുത്തിട്ട് എന്തോ ചെയ്യാനാ, ഇവനെയും തല്ലിക്കൊല്ലണം. മാതാപിതാക്കൾ അപമാനിച്ചു. ഈ അപമാന ഭാരത്തെ തുടർന്നാണ് താൻ ഇരുവരെയും കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഗുരുതരമായ ഒരു ആരോപണം കൂടി ഇയാൾ ഉന്നയിക്കുന്നുണ്ട്. അമ്മ പതിവായി തനിക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്നിരുന്നു എന്നുള്ള ഒരു ആരോപണവും ഇയാൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. മൃതദേഹം ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മകളും അമേരിക്കയിലാണ് ഉള്ളത്. മകൾ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. ഇവർ വന്നതിന് ശേഷം മാത്രമേ സംസ്കാരം നടക്കൂ. എന്തായാലും എച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മാതാപിതാക്കളെ കൊന്ന ഈ താഴെ നിങ്ങൾ എന്തോ ചെയ്യും? ഞാനാണെങ്കിൽ അവനെ കൊല്ലും. നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ കമന്റ് ചെയ്യും.